വർഷങ്ങളായി ടെലികോം വിപണിയുടെ മൂലയിൽ തളച്ചിടപ്പെട്ട, വേഗമില്ലാത്തതിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം BSNL. കാലഹരണപ്പെട്ടുവെന്ന് വിധിയെഴുതിയവർക്കെല്ലാം ഒരു മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യൻ ടെലികോം രംഗത്തൊരു അട്ടിമറി വിജയം കുറിച്ചിരിക്കുകയാണ്. സ്വകാര്യ കമ്പനികളുടെ കുത്തകയെ ചോദ്യം ചെയ്ത് വരിക്കാരുടെ എണ്ണത്തിൽ ഭാരതി എയർടെലിനെ പോലും പിന്തള്ളി BSNL രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ സർക്കാർ സ്ഥാപനം ഈ വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്? വിപണിയിലെ ഭീമന്മാരായ ജിയോയ്ക്കും എയർടെലിനും എന്താണ് പറ്റിയത്? നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് അതിജീവനത്തിന്റെ 4G വേഗത്തിൽ കുതിക്കുന്ന BSNLന്റെ കഥയാണിത്. കാലങ്ങളായി പിന്നോട്ട് പോവുകയായിരുന്ന BSNL ഇന്ന് ടെലികോം വിപണിയിൽ തന്റെ പ്രതാപം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലെ പുതിയ വരിക്കാരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭാരതി എയർടെലിനെ പോലും പിന്തള്ളി BSNL രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ BSNLന് അഭിമാനിക്കാവുന്നതാണ്. ഓഗസ്റ്റിൽ 19.50 ലക്ഷം വരിക്കാരെ ചേർത്ത് റിലയൻസ് ജിയോ ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ BSNL 13.80 ലക്ഷം പുതിയ വരിക്കാരെയാണ് ചേർത്തത്. അതേസമയം എയർടെലിന് നേടാനായത് വെറും 4,96,087 വരിക്കാരെ മാത്രം. VI ആകട്ടെ 3 ലക്ഷം വരിക്കാരെ മാത്രമാണ് ചേർത്തത്. ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: 4G സേവനങ്ങളുടെ ദേശീയതയിലുള്ള വ്യാപനം. രാജ്യമെമ്പാടും BSNL തങ്ങളുടെ 4G സേവനങ്ങൾ വിന്യസിക്കാൻ തുടങ്ങിയതോടെ ഉപഭോക്താക്കൾ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയുള്ളവർ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ വിശ്വാസം അർപ്പിച്ചു. കുറഞ്ഞ നിരക്കിൽ മികച്ച ഡേറ്റാ സേവനം ലഭിക്കുന്നുവെന്ന തോന്നൽ ഈ കുതിച്ചുചാട്ടത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. നിലവിൽ മൊത്തം വരിക്കാരുടെ എണ്ണത്തിൽ BSNL 4ാം സ്ഥാനത്താണെങ്കിലും പുതിയ വരിക്കാരുടെ കാര്യത്തിൽ എയർടെലിനെ മറികടന്നത് ചെറിയ കാര്യമല്ല. ഈ മുന്നേറ്റം തുടരാനായാൽ സ്വകാര്യ കുത്തകകൾക്ക് BSNL ഒരു കടുത്ത വെല്ലുവിളിയായി മാറും. ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രഖ്യാപനം ഈ പ്രതീക്ഷകൾക്ക് ഇരട്ടി മധുരം നൽകുന്നതാണ്. അടുത്ത 6 മുതൽ 8 മാസത്തിനുള്ളിൽ നിലവിലെ 4G ടവറുകൾ 5Gയിലേക്ക് ഉയർത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം മുതലാണ് BSNLന്റെ സമയം തെളിഞ്ഞത്. കഴിഞ്ഞ വർഷം BSNL ഒഴിച്ച് എയർടെൽ, ജിയോ തുടങ്ങിയ ടെലികോം കമ്പനികളെല്ലാം നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ആ സമയത്ത് BSNL നിരക്ക് വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നു. ഇതോടെ എയർടെൽ, ജിയോ കമ്പനികളുടെ ഉപഭോക്താക്കളിൽ നല്ലൊരു വിഭാഗവും മൊബൈൽ നമ്പർ പോർട്ട് ചെയ്ത് BSNLലേക്ക് മാറി. അവിടുന്ന് അങ്ങോട്ട് BSNLന് ശുക്രൻ വന്നു. മറ്റു ടെലികോം കമ്പനികൾ വീണ്ടും റീചാർജ് പ്ലാൻ ഉയർത്താൻ അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട് എന്ന വാർത്ത ഈ അടുത്ത് വന്നിരുന്നു. എന്തായാലും BSNL മുന്നോട്ട് കുതിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടും കൂടിയായപ്പോൾ BSNL സടകുടഞ്ഞെണീറ്റു. BSNLന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ ഈ പൊതുമേഖലാ സ്ഥാപനം അടിപൊളിയാകും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 4G സാങ്കേതിക വിദ്യയുടെ വിജയമാണ് ഇതിലൂടെ ആഘോഷിക്കപ്പെടുന്നത്. BSNL ഫുൾ റേഞ്ചിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ടെലികോം വിപണിയിലെ ഈ ശക്തമായ തിരിച്ചുവരവ് മത്സരം കടുപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. BSNL തങ്ങളുടെ 4G സേവനങ്ങൾ രാജ്യമെമ്പാടും വിപുലീകരിച്ചതോടെ സംഭവിച്ചത് വെറും കണക്കിലെ മാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ ടെലികോം വിപണിയിലെ മത്സരത്തിന്റെ ചിത്രം മാറ്റിവരയ്ക്കുന്ന ഒരു തിരിച്ചുവരവാണ്. കുറഞ്ഞ നിരക്കിലുള്ള റീചാർജ് പ്ലാനുകളും മികച്ച നെറ്റ്വർക്ക് കവറേജും തേടുന്ന സാധാരണക്കാർക്ക് ഒരു പുതിയ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. മൊത്തം വരിക്കാരുടെ എണ്ണത്തിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെങ്കിലും ഈ മുന്നേറ്റം ചെറിയൊരു കാര്യമല്ല. ടെലികോം മന്ത്രിയുടെ 5Gയിലേക്കുള്ള പ്രഖ്യാപനം കൂടി വരുമ്പോൾ BSNLനെ ഇനി എഴുതി തള്ളാൻ സ്വകാര്യ ഭീമന്മാർക്ക് കഴിയില്ല. ഇന്ത്യൻ ടെലികോം വിപണി ഇനി 2-3 കമ്പനികളുടെ മാത്രം കളിയരങ്ങല്ല. BSNL തങ്ങളുടെ പുതിയ ഇന്നിംഗ്സ് തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.